SIR-ൽ കടുത്ത നടപടികളുമായി ബംഗാൾ ബിഹാർ സർക്കാരുകൾ. SIR-ൽ പേര് നീക്കം ചെയ്തവർക്ക് സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യം ലഭിക്കില്ല എന്ന് BJP സർക്കാരുകൾ പറയുന്നു. ഇതോടെ റേഷൻ, സാമൂഹിക സുരക്ഷാ പദ്ധതികൾ തുടങ്ങിയ ആനുകൂല്യങ്ങളിൽ നിന്ന് ഇവർ പുറത്താകുമെന്നാണ് വിവരം. ബി ബാലഗോപാലുണ്ട് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ. ബാലു, ഈ SIR-നെതിരെ തന്നെ വലിയ പ്രതിഷേധമാണ്. ഇപ്പോൾ SIR അതിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർക്ക് ഈ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കില്ല എന്ന് പറയുന്നത് ഒരു സുപ്രധാന നീക്കമാണ്. ഇത് വലിയൊരു പ്രതിഷേധങ്ങൾക്ക് കൂടി കാരണമാകില്ലേ ബാലു? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം SIR തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് എന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ ആ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ സുപ്രധാനമായ നടപടികളിലേക്ക് രണ്ട് BJP സർക്കാരുകൾ കടന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം അധികാരത്തിൽ വന്ന ബംഗാളിലെ സുവേന്ദു അധികാരി സർക്കാരും അതുപോലെ തന്നെ ബീഹാറിലെ സാമ്രാട്ട് ചൗധരി സർക്കാരുമാണ് SIR പട്ടികയുടെ അടിസ്ഥാനത്തിൽ സാമൂഹ്യ ആനുകൂല്യങ്ങൾ, അതായത് സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഈ ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം ബംഗാൾ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് ഈ SIR-ൽ പേരില്ലാത്തവർക്ക് ഇനി മുതൽ ബംഗാളിൽ ഈ റേഷൻ, സർക്കാർ ആനുകൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഇനി മുതൽ നൽകില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഒരു കാര്യം കൂടി സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ഈ പേര് നീക്കം ചെയ്തിട്ടുള്ളവർ ആരെങ്കിലും അപ്പീൽ നൽകിയിട്ടുണ്ടെങ്കിൽ, ട്രിബ്യൂണലിൽ അപ്പീൽ നൽകിയിട്ടുണ്ടെങ്കിൽ ആ അപ്പീലിൽ തീർപ്പ് കൽപ്പിക്കുന്നത് വരെ അവർക്ക് നൽകും. പക്ഷേ തീർപ്പ് കൽപ്പിച്ചതിന് ശേഷം അവരുടെ പേര് തുടരുന്നില്ല എങ്കിൽ അവർക്ക് ഈ ആനുകൂല്യങ്ങൾ നൽകില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ബീഹാർ സർക്കാർ ഇങ്ങനെ ആനുകൂല്യങ്ങൾ റദ്ദാക്കുന്നതിന് പുറമെ ഇത്തരക്കാരുടെ പേര് അവരുടെ പേരിലുള്ള ബാങ്ക് പാസ്ബുക്കുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ റദ്ദാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും രണ്ട് സർക്കാരുകളുടെ വളരെ ഒരു കോൺട്രവേഴ്സ്യലായ, അതായത് വിവാദപരമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ ഈ സർക്കാരുകളുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. ഇത് മുഹമ്മദ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ വഴിവെക്കാം. അതിനു പുറമെ ഒരു ഇലക്ട്രൽ വോട്ടർ പട്ടികയുടെ പേരിൽ ഇത്തരത്തിലുള്ള എടുത്ത ഒരു ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ ഈ ആനുകൂല്യങ്ങൾ അത് നിജപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട വലിയൊരു നിയമപ്രശ്നം കൂടി ഇതിൽ ഉണ്ടായേക്കാമെന്ന ആണ് നിയമ വിദഗ്ധർ പറയുന്നത്. ഏതായാലും വളരെ സുപ്രധാനമായ തീരുമാനമാണ് ഈ രണ്ട് സർക്കാരുകൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഓക്കെ, വലിയ വിവാദമായിട്ടുള്ള നീക്കമാണ് ഇപ്പോൾ ബംഗാൾ ബിഹാർ സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. SIR-ൽ നിന്ന് പേര് നീക്കം ചെയ്തവർക്ക് ഇനി റേഷൻ, ഒപ്പം സാമൂഹിക സുരക്ഷാ പദ്ധതികൾ അവയിൽ നിന്നൊക്കെ പുറത്താവുകയാണ്. ഈ ട്രൈബ്യൂണലിൽ അപ്പീൽ നൽകിയവർക്ക് മാത്രം അതിൽ ഈ പറഞ്ഞ പോലെ തുടർ ആനുകൂല്യങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. ബി ബാലഗോപാലാണ് ഇതിന്റെ വിശദാംശങ്ങൾ നൽകിയത്.